ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെ കടുത്ത നിലപാടുമായി സിപിഐ രാജ്യസഭയിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സിപിഐ തീരുമാനം. സീറ്റ് സിപിഐക്ക് അവകാശപ്പെട്ടതാണെന്ന് സിപിഎം നേതൃത്വത്തെ അറിയിച്ചു. കേരള കോൺഗ്രസിന് വേണമെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെ മറ്റ് പദവികൾ നൽകുന്നതിൽ വിരോധമില്ലെന്നും സിപിഐ അറിയിച്ചു. റിനു ശ്രീധറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധർ, റിനു, കടുത്ത നിലപാടിലേക്ക് നീങ്ങുകയാണ് സിപിഐ. രാജ്യസഭാ സീറ്റിൽ ഉൾപ്പെടെ വേണം, വിട്ടുവീഴ്ചയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് മാറുന്നു സിപിഐ. തീർച്ചയായും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സീറ്റുകളിലെല്ലാം തന്നെ കനത്ത പരാജയമാണ് സിപിഐക്ക് നേരിടേണ്ടി വന്നത്. പലയിടത്തും സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് കൂടി ഒരു ചതിവുണ്ടായി എന്നുള്ള വിലയിരുത്തൽ ഉണ്ട് സിപിഐക്കകത്ത് രഹസ്യമായിട്ടെങ്കിലും അത് പ്രത്യക്ഷമായി തന്നെ രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് സിപിഐ തീരുമാനിച്ചിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ ഈ വരുന്ന ജൂലൈ 1 വരുന്ന രാജ്യസഭാ സീറ്റ് ഒഴിവിലേക്ക് കൃത്യമായി തന്നെ തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് ലഭിക്കണമെന്നുള്ളതാണ് സിപിഐ മുന്നോട്ട് വെക്കുന്നത്. ഇത് സിപിഎമ്മിന്റെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. വരുന്ന LDF യോഗത്തിൽ പരസ്യമായി തന്നെ ഇക്കാര്യം അറിയിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സിപിഐയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം. കാരണം 3 സീറ്റുകളിൽ അംഗബലം വെച്ച് 2 സീറ്റുകളിൽ LDFന് വിജയിക്കുവാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അതിൽ ഒരു സീറ്റ് സിപിഎം ഏറ്റെടുക്കും. രണ്ടാമത്തെ സീറ്റ് നമുക്കറിയാം കേരള കോൺഗ്രസ് എമ്മും അതുപോലെ തന്നെ RJD NCP ഉൾപ്പെടെയുള്ളവർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സിപിഐക്ക് തന്നെ വേണം. ഏകദേശം 17 MLA-മാരുടെ ഒരു അംഗബലമുണ്ട് കേരള നിയമസഭയിൽ. അതുകൊണ്ട് തന്നെ സിപിഐക്ക് അവകാശപ്പെട്ടതാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ് സിപിഐ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കേരള കോൺഗ്രസിന് വേണമെങ്കിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ഉൾപ്പെടെയുള്ള പദവികൾ നൽകിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പദവികൾ നൽകിക്കോട്ടെ എന്നുള്ളതാണ്. നമുക്കറിയാം ബിനോയ് വിശ്വം സിപിഐയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹവും അതുപോലെ തന്നെ എളമരം കരീമും അതുപോലെ തന്നെ ജോസ് കെ മാണിയുമാണ് രാജ്യസഭാ സീറ്റ് ഒഴിയുന്നത്. ഇതിൽ 2 സീറ്റിൽ അംഗബലം കൃത്യമായി തന്നെ ഇടതുപക്ഷത്തിനുണ്ട്. വിജയിക്കുവാനാകുമെന്നുള്ളതാണ്. ഒന്ന് സിപിഎം ഏറ്റെടുക്കുമ്പോൾ സിപിഐക്ക് കൃത്യമായി നൽകണം എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റ ഒരു പരാജയത്തിൽ കൂടി ഒരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് സിപിഐ. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ്. നമുക്കറിയാം തൃശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും എല്ലാം തന്നെ വലിയ കനത്ത പരാജയത്തിലേക്ക് തൃശൂർ കൃത്യമായി തന്നെ വിജയം ഉറപ്പിച്ചൊരു സീറ്റ് കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു ഇടപെടൽ കൂടിയാണ് ഈ പരാജയത്തിന് കാരണം എന്നുള്ളതാണ് സിപിഐ നിലവിൽ വിലയിരുത്തുന്നത്. എന്തായാലും കേരള കോൺഗ്രസും ശക്തമായി തന്നെ ഈ രാജ്യസഭാ സീറ്റിന് വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പ്രവീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ഒരു ഭാവി തന്നെ തുലാസിലാകും എന്നുള്ളതും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. ഓക്കെ, വ്യക്തമാണ്. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. കേരള കോൺഗ്രസും ഉൾപ്പെടെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെടും.